ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കശുവണ്ടിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയാനാണ്. ഹൃദയാരോഗ്യം. കശുവണ്ടിയിൽ മോണോസാച്ചുറേറ്റഡ്, പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുവാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും സഹായിക്കും. അതുവഴി ഹൃദയാരോഗ്യത്തിന് ഗുണകരമാണ്. ശരീരഭാരം നിയന്ത്രിക്കാൻ. നാരുകൾ, പ്രോട്ടീൻ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ കശുവണ്ടിയിൽ ഉള്ളതുകൊണ്ട് മിതമായ അളവിൽ കഴിക്കുകയാണെങ്കിൽ വയറു നിറഞ്ഞതായി തോന്നുകയും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും. രോഗപ്രതിരോധ ശേഷി. സിങ്ക്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അസ്ഥികളുടെ ആരോഗ്യം. മഗ്നീഷ്യം, ഫോസ്ഫറസ് എന്നിവയുടെ നല്ലൊരു ഉറവിടമാണ് കശുവണ്ടി. ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് പ്രധാനമാണ്. പ്രമേഹ നിയന്ത്രണം. കശുവണ്ടിയിലെ ഫൈബർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്താൻ സഹായിക്കും. ഇത് ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും ടൈപ്പ് 2 പ്രമേഹ സാധ്യത കുറയ്ക്കാനും സഹായിച്ചേക്കും. ചർമ്മത്തിൻ്റെ ആരോഗ്യം. കശുവണ്ടിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ചുളിവുകൾ കുറയ്ക്കാനും സഹായിക്കും. ദഹന ആരോഗ്യം. ഉയർന്ന ഫൈബർ ഉള്ളടക്കം ദഹനത്തെ സഹായിക്കുകയും മലബന്ധം തടയുകയും ചെയ്യും. ഊർജം. ആരോഗ്യകരമായ കൊഴുപ്പുകളും പ്രോട്ടീനുകളും അടങ്ങിയതുകൊണ്ട് വേഗത്തിലുള്ളതും നിലനിൽക്കുന്നതുമായ ഊർജം നൽകുന്നു. അനീമിയ. കശുവണ്ടി കഴിക്കുന്നത് അനീമിയയുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് ആർക്കൊക്കെയാണ് കശുവണ്ടി ഉപയോഗിക്കാൻ പാടില്ലാത്തത് അഥവാ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടത്. ആദ്യമായി പറയുന്നത് അമിത കൊളസ്ട്രോൾ ഉള്ളവർ. വറുത്ത കശുവണ്ടി കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ കൊളസ്ട്രോൾ അധികമുള്ളവർ ഒരു ദിവസം 5 കശുവണ്ടിയിൽ കൂടുതൽ കഴിക്കാൻ പാടുള്ളതല്ല. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും. ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും കശുവണ്ടി കഴിക്കുന്നത് മിതമായ അളവിലായിരിക്കണം. ആവശ്യമെങ്കിൽ ഡോക്ടറുമായി സംസാരിച്ച് കഴിക്കുന്നത് നല്ലതാണ്. അടുത്തത് അലർജിയുള്ളവർ. നട്ട്സ് അലർജിയുള്ളവർ കശുവണ്ടി കഴിക്കുന്നത് ഒഴിവാക്കണം. കശുവണ്ടി നല്ലതാണെങ്കിലും മിതമായ അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. കുതിർത്ത കശുവണ്ടി കഴിക്കുന്നത് കൂടുതൽ നല്ലതാണെന്നും ചില പഠനങ്ങൾ പറയുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള കുറേ വീഡിയോകൾ കാണണമെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്